ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂത്തന്മാരുടെ ഇടയിൽ ആരാണ് രണ്ടാം സ്ഥാനം എന്നാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം കാണും ഒന്നാം സ്ഥാനം ആരാണെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഒന്നാം സ്ഥാനത്ത് ഫഹദ് ഫാസിൽ അല്ലാതെ വേറെ ആരുമില്ല മലയാളത്തിൽ. അഭിനയത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫഹദ് ഫാസിൽ ഒട്ടും പിറകിലല്ല. ഫഹദ് ഫാസിലിനോടൊപ്പം അഭിനയ മികവ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു നടൻ പൃഥ്വിരാജ് ആവട്ടെ ആരാകട്ടെ ഫഹദ് ഫാസിലിനോടൊപ്പം എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഇതിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ മത്സരം. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരത്തിൽ പൃഥ്വിരാജും നമ്മുടെ ദുൽഖർ സൽമാനും നിവിൻ പോളി ഇപ്പം ഫീൽഡ് ഔട്ടായി നിൽക്കുന്നത് പോലത്തെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അങ്ങനെ ടോവിനോയും ഇവരെല്ലാവരും മത്സരത്തിലാണെങ്കിലും ഉണ്ണി മൂന്നിന് ഇവരുടെ ഇടയിലൊരു ഫാക്ടർ അല്ലായിരുന്നു മാർക്കോ ഇറങ്ങുന്നത് വരെ. പുള്ളിയുടെ മാളികപ്പുറം ബാക്കിയുള്ള സിനിമകളൊക്കെ ഹിറ്റായിട്ടുണ്ടെങ്കിലും ആ ഒരു ഒന്നോ രണ്ടോ സിനിമയ്ക്ക് അപ്പുറം വേറൊരു ഫാക്ടർ ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ഉണ്ണിമൂന്തൻ. പക്ഷേ ഈ മാർക്കോ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഇപ്പം മുൻപന്തിയിൽ നിൽക്കുന്നത് ഉണ്ണിമൂന്തനാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് മാർക്കോ. അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ എത്തിയത് ഉണ്ണിമൂന്തനിലൂടെയാണ്. അതും ആക്ഷൻ ചിത്രമാണ്. ആക്ഷൻ ചിത്രങ്ങളിലൂടെയാണ് എന്നും സൂപ്പർ സ്റ്റാറുകൾ പിറവിയെടുത്തിട്ടുള്ളത്. നമുക്കറിയാമെന്നുള്ളതുപോലെ രാജാവിൻ്റെ മകൻ അതുപോലുള്ള സിനിമയിൽ നിന്നുമാണ് നമ്മുടെ മോഹൻലാലിന് സൂപ്പർ സ്റ്റാർ പദവി കിട്ടിയത്. അതുപോലെ മമ്മൂട്ടി സിനിമകളാണെങ്കിലും ആക്ഷൻ സിനിമകളിലൂടെ ആയിരിക്കും. കോട്ടയം കുഞ്ഞച്ചൻ അതുപോലുള്ള, അതിനൊക്കെ മുമ്പേ മമ്മൂട്ടി സൂപ്പർ സ്റ്റാറാണ്. എന്നാലും അങ്ങനത്തെ ആക്ഷൻ സിനിമകൾ വന്നതിന് ശേഷമാണ് മമ്മൂട്ടിക്കൊക്കെ ഒരു യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് പദവി കിട്ടി തുടങ്ങിയത്. ആക്ഷൻ സിനിമകളിലൂടെ ആയിരിക്കും അപ്പം എങ്ങനെ ഈ സൂപ്പർ സ്റ്റാറുകൾ പിറവിയെടുക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണി മൂന്തൻ ഇപ്പം സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിൽ സൂപ്പർ സ്റ്റാർ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി എന്നുവെച്ചാൽ ഫഹദ് ഫാസിലിന് മുകളിൽ പോകുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല അഭിനയത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ ആക്ഷൻ സ്റ്റൈലിഷ് അങ്ങനത്തെ കാര്യത്തിൽ പൃഥ്വിരാജിൻ്റെ മുകളിലോ എത്തിക്കഴിഞ്ഞു ഇപ്പം ഉണ്ണിമൂന്തൻ എന്ന് പറയേണ്ടി വരും. ഇനിയിപ്പം ചിലപ്പോൾ ഉണ്ണിമൂന്തനെ ഇത്രയും നാൾ ആൾക്കാർ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ ഒരാളായിരുന്നു. ഈ നമ്മളെ മമ്മൂട്ടിയെയും അതുപോലെ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ ഒരാളാണ്. ഇപ്പം അത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മമ്മൂട്ടി മുസ്ലിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു ഇതായതുകൊണ്ട് മാറ്റി നിർത്തിയെന്ന് പറയാം. പക്ഷേ ഈ ഉണ്ണിമൂന്തൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും ഹിന്ദുവായിട്ട് പോലും പുള്ളി മറ്റേ BJP-യെ അങ്ങനത്തെ ഒരു സംഘി പട്ടം കൊടുത്താണ് പുള്ളിയെ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെയായിരുന്നു ആൾക്കാർ ഉണ്ണിമൂന്തനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പം ഈ മാർക്കോ എന്ന സിനിമ നല്ല സിനിമ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മലയാളികൾ അങ്ങനെ ഒരുത്തനെ വേർതിരിച്ച് കാണൂല. നല്ല സിനിമയാണ് കിട്ടിയതെങ്കിൽ അങ്ങനെ ഒരു മലയാളി ഒരിക്കലും ഉണ്ണിമൂന്തനെ ഇപ്പം വ്യത്യസ്തമായി കാണുന്നില്ല. ഇപ്പം അവർക്ക് ഈ മതഭ്രാന്തും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് മാറി. കാരണം നല്ലൊരു സിനിമയാണ് കിട്ടിയത്. മാർക്കോ എന്ന സിനിമയിൽ ഇങ്ങനത്തെ ഒരു മതത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു രീതിയിലെടുത്ത സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവരും കണ്ടാണ്. എനിക്ക് ഈ ഹനീഫ് അദേൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ എല്ലാ ചിത്രങ്ങളും മികായേൽ ഉൾപ്പെടെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എങ്ങനെ മികായേൽ പൊട്ടിയത് എനിക്കറിയില്ല. മികായേൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് എടുത്ത സിനിമയാണ്. മികായേൽ സൂപ്പർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതെങ്ങനെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോയത് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പം ഒരുവിധപ്പെട്ട സിനിമകളെല്ലാം പരാജയപ്പെട്ട ആളാണ് ഉണ്ണിമൂന്തൻ. പക്ഷേ ഈ മാർക്കോ അങ്ങനെ മാളികപ്പുറം ഇതൊക്കെ വൻ ഹിറ്റായ സിനിമകളാണ്. മാർക്കോ ഒരിക്കലും നമുക്ക് ഉണ്ണിമൂന്തൻ്റെ ഇനി ഒരു രണ്ടാം സ്ഥാനത്തിലെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് അടിവരയിട്ട സിനിമയാണ് മാർക്കോ. ഇനി അങ്ങോട്ട് വരുന്ന സിനിമകളിലും ഉണ്ണിമൂന്തന് നല്ല മാർക്കറ്റ് കിട്ടും. കാരണം ഈ പൃഥ്വിരാജ് ടോവിനോ ഇവർക്ക് വേണ്ടി എഴുതിയ ക്യാരക്ടറൊക്കെ ഉറപ്പായും ഉണ്ണിമൂന്തന് ചേരുന്ന ക്യാരക്ടർ. പക്ഷെ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടായിരിക്കും പലരും ഉണ്ണിമൂന്തനെ സമീപിക്കാത്തത്. എന്നാൽ ഇനി അതിനൊരു മാറ്റം വരും. വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോയ്ക്കും ഇവർക്കൊക്കെ ദുൽഖറിനും നമ്മുടെ ആർക്ക് തന്നെയാണെങ്കിലും ആർക്ക് ചെയ്ത ഈ ഫഹദ് ഫാസിൽ ഒഴിച്ച് ബാക്കിയുള്ള ആർക്കാണോ ഒരു ക്യാരക്ടർ എഴുതുന്നത് അത് ഉണ്ണിമൂന്തന് മസ്റ്റായിട്ടും ചേരുന്ന ക്യാരക്ടറാണ്. ഉണ്ണിമൂന്തൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഏത് ക്യാരക്ടറും അഡാപ്റ്റ് ചെയ്യാനുള്ള ലുക്ക് പുള്ളിക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണിമൂന്തനെ ആയിരിക്കും ഇനിയുള്ള സംവിധായകന്മാർ ഈസിലി അപ്രോച്ചബിളും ഡേറ്റ് കിട്ടാൻ എളുപ്പവും ഉണ്ണിമൂന്തനായതുകൊണ്ടും ഉണ്ണിമൂന്തന് മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ടും നല്ല പടമാണെങ്കിൽ ആൾക്കാർ ഏറ്റെടുക്കും. ഉണ്ണിമൂന്തൻ്റെ ഈ ഹിന്ദു മെൻറ്റാലിറ്റിയൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കില്ല. പടം നല്ലതാണെങ്കിൽ കയറി കാണുമെന്നുള്ള ഉറപ്പും കിട്ടിയതോടുകൂടി ഇനി കുറച്ച് മത്സരം കടക്കും. കാരണം ദുൽഖറിനും പൃഥ്വിരാജിനും ഇവർക്കെല്ലാം ടോവിനോയ്ക്കും എല്ലാവർക്കും ഇനി ഉണ്ണിമൂന്തൻ നല്ലൊരു എതിരാളി തന്നെയായിരിക്കും. ഉണ്ണിമൂന്തൻ്റെ ഇനിയുള്ള സെലക്ഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉണ്ണിമൂന്തൻ നല്ല സിനിമകളാണെങ്കിൽ ഇനി ഉണ്ണിമൂന്തൻ അങ്ങോട്ട് നോക്കേണ്ടി വരില്ല. ക്ലച്ച് പിടിച്ചു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഉണ്ണിമൂന്തൻ്റെ പ്രയത്നമാണ് ഇതിനെല്ലാം കാരണം പുള്ളി ഒന്നിനും പിന്തിരിഞ്ഞു പോയില്ല. പുള്ളിക്ക് കിട്ടിയ ഓരോ അടിയും പുള്ളി
ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം പുള്ളി മുമ്പിലോട്ട് സഞ്ചരിച്ചു. മറ്റേ നമ്മുടെ ഈ വിക്രമാദിത്യനിൽ പറയൂലേ, ഓരോ വീഴ്ചയും നമുക്ക് വേറൊരു വിജയത്തിലോട്ടുള്ള വഴികാട്ടിയായിരിക്കും, വേറെ വിജയങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും ഓടുന്നവർക്ക് മാത്രമെന്ന്. അതേപോലെ ഉണ്ണിമുകുന്ദൻ ഓടി, അങ്ങനെ ഉണ്ണിമുകുന്ദന് പുതിയൊരു ഇത് കിട്ടി. സൂപ്പർ സ്റ്റാർ പദവി എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും സൂപ്പർ സ്റ്റാർ പദവിയിലോട്ട് എത്താൻ ഏറെ സാധ്യതയുള്ളൊരു നടനായി മാറിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ. കാരണം ഇത്രയും കാലം മലയാള സിനിമ, ഇത്രയും വർഷങ്ങളിലെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല ആക്ഷൻ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് മാർക്കോ എന്നല്ലാതെ വേറൊരു ഉത്തരമില്ല. കാരണം എത്ര വർഷമായി മലയാള സിനിമ ഇറങ്ങിയിട്ട് അതിനകത്ത് ഏറ്റവും മികച്ച ആക്ഷൻ സിനിമ മാർക്കോ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ണിമുകുന്ദൻ ഒരു സൂപ്പർ സ്റ്റാർ സ്ഥാനം അധികം വിദൂരമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാർ ആവാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ? ഉണ്ണിമുകുന്ദൻ്റെ സിനിമകൾ ഇനി ഹിറ്റായി വരുമോ? ഈ ഒരു ഇതിൻ്റെ തുമ്പ് പിടിച്ചുകൊണ്ട് ഇനി ഉണ്ണിമുകുന്ദൻ നല്ല സിനിമകൾ കിട്ടി, ആക്ഷൻ സിനിമകൾ കിട്ടി ഉണ്ണിമുകുന്ദൻ വീണ്ടും മലയാള സിനിമയുടെ മുൻപന്തിയിലോട്ട് എത്തുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ബൈ.